രേണുസുധിയുടെ ഇളയ മകനായ ഋതപ്പനെ തട്ടിയെടുക്കാനൊരുങ്ങി കിച്ചുവും അതുപോലെ തന്നെ മറ്റേ ഷെഫീന ബീവിയും. ഓക്കെ, അതുപോലെ തന്നെ കൊല്ലം സുധിക്ക് കിട്ടിയ ഇൻഷുറൻസ് തുക മൂടോടെ അടിച്ചു മാറ്റാനൊരുങ്ങി സുധിയുടെ കുടുംബം. ഇതൊക്കെയാണ് ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. ലൈവായിട്ട് കണ്ടുകൊണ്ട് ലൈവായിട്ട് തന്നെ റിയാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോ ഋതപ്പന്റെ കാര്യം പറഞ്ഞാല് ഇപ്പോ ഋതപ്പനെ ആരോ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അതിന്റെ അതെന്താ സംഭവം? എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്ക് എൻ്റെ ഋതപ്പം മാത്രമേ ഉള്ളൂ ഇനി. ഞാനത് അറിഞ്ഞ കാര്യമാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. ഞാനത് വെറുതെ ഒന്നും പറയത്തില്ല. വിശ്വസ്തനായ ഒരാൾ വേറൊരാളോട് പറഞ്ഞിട്ട് ആരാന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ അറിഞ്ഞതാണ്. രേണുസുധി ക്യാൻസർ വന്ന് എന്തായാലും ഉറപ്പാണ് മരിക്കും. അപ്പം അവനെ നോക്കണം. അവനെ അവിടെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കൊണ്ടുപോകണം. ആരാ പറഞ്ഞെന്നറിയോ ഈ നോക്കാൻ വന്നു? ഈ എനിക്കെതിരെ ഒരു സ്ത്രീ ഇല്ലായിരുന്നു നെഗറ്റീവ് പറഞ്ഞത്, നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു. അവളാണ് എൻ്റെ വളർത്തു മകനുമായിട്ട് ചേർന്ന് ഇത് ഒപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അവര് വളർത്തുവോ കുഞ്ഞിനെ? എനിക്കറിയില്ല. അവരാണ് ഇതിന് മുൻകൂട്ടി. അവൾ ചാകുമല്ലോ, രേണുസുധി മരിക്കും. എൻ്റെ മോനെ തട്ടിയെടുക്കാൻ നോക്കിയത്, പക്ഷെ നടക്കത്തില്ല. എൻ്റെ ജീവൻ പോകുന്നോടെ വരെ എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ വേണം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞേ ഉള്ളൂ. അവൻ അതല്ലേ ചേച്ചി എന്താ പറയണേ? എന്ന് വെച്ചാ ആ സ്ത്രീയാണ് ഇതിന് മുൻകൂട്ടി നിന്നത് മോളെ. ആ സ്ത്രീയാണ്. ഞാൻ ചോദിക്കുന്നത്, അവരും നിങ്ങളുമായിട്ട് ഒരു ഒരു ബന്ധമില്ല. ബന്ധമില്ല. അതല്ലേ അവരെന്നാ കുടുംബത്തിൽ എൻ്റെ ഭർത്ത് വീട്ടിൽ കാല് കുത്തിയോ അന്നാണ് ഈ ഇതെല്ലാം തകിടം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്തിന്? എനിക്കറിയില്ല. എന്നെ തകർക്കണം. ഞാൻ മരിക്കുമല്ലോ, ക്യാൻസർ വന്നില്ല, ഞാൻ മരിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിനെ നോക്കണ്ടേ? അപ്പൊ കുഞ്ഞിനെ തട്ടിയെടുക്കണം. അതാണ് അവൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ. അല്ല, അവൾ അതോടുകൂടി തീർന്നെന്ന്. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കുവോ? ഏത് നിയമവും കോടതിയും വന്ന് ഞാൻ കൊടുക്കത്തില്ല അവനെ. ചേച്ചി എപ്പോഴും ഇവരെ കണ്ടിട്ടുണ്ടോ? ഇവരെ ഇല്ല. ഇന്ന് ഓക്കെ, എൻ്റെ പൊന്നെ രേണുസുധി, നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ കുഞ്ഞിനെ വെറുതെ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ലേഡിക്ക് വന്ന് നിങ്ങളുടെ കുഞ്ഞിനെ അങ്ങ് എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഈ നാട്ടിൽ നിയമവും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇത് നിങ്ങൾക്കും അറിയാം, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾക്കും അറിയാം. ഓക്കെ, പിന്നെ എന്തിനാണ് ഇതുപോലെ ഒരു ഇന്റർവ്യൂ പോലും എടുത്തു വെക്കുന്നത്? ഇതുപോലെ ശരിക്കും ആങ്കറിന് വരെ, ആ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന ആ പെങ്കൊച്ചിന് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഹേറ്റേഴ്സ് ആയിട്ടുണ്ട്. കൊച്ചി വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇതിന്റെ ഒരു പാർട്ട് 4 പാർട്ട് 5 ഒക്കെ ഉണ്ടെന്ന്. ഇപ്പൊ പാർട്ട് 1 തുടങ്ങിയതാ സുഹൃത്തുക്കളെ. ഇപ്പം പാർട്ട് 3 വരെ എത്തി. സംഭവം പാർട്ട് 3 വരെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഇനിയെങ്കിലും കൊച്ചിനി ഇതിന്റെ ഒരു ഇനി അടുത്തടുത്ത പാർട്ടിലോട്ട് ശരിക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായിരിക്കും ബെറ്റർ. കൊച്ചിന് ഈ ഒരു പാഷനായിട്ടാണ് കൊച്ചു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹേറ്റേഴ്സിനെ പിടിച്ചു പറ്റാൻ മാത്രമേ കൊച്ചിന് പറ്റത്തുള്ളൂ. സീരിയസ് ആയിട്ട് പറയുകയാണ്. എവിടുത്തെ ലോജിക്കില്ലാത്ത കാര്യം പറയുന്നത്? എൻ്റെ കൊച്ചിനെ തട്ടിയെടുക്കൊണ്ടുപോകാൻ ശ്രമിച്ചു പോലും. അങ്ങനെ പോകുമ്പോൾ ഒരാൾക്കങ്ങ് തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് ഇവിടെ നിയമമുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വല്ല മണ്ണ് വാരി തിന്നുന്നവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അരിയാഹാരം കഴിക്കുന്നവരെ എന്തായാലും വിശ്വസിക്കാൻ പോകില്ല എൻ്റെ പൊന്നിരിക്കുന്ന സ്ഥിതി. ഓക്കെ, ബാക്കിയാണ്. നിമിഷം വരെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ഇവരാരും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. കുട്ടിയുടെ കാര്യത്തിൽ സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് കുട്ടീനെ തട്ടിയെടുക്കുക ഇത് വെള്ളരിക്കപ്പെടണോ? അറിയില്ല. അവര് അങ്ങനെ ഒരു നീക്കം, അത് ഞാൻ ശരിക്കും വ്യക്തമായിട്ട് തെളിവ് സഹിതം ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തെളിവ് സഹിതം ഞാൻ അറിഞ്ഞ കാര്യമാണ്. ഒരു ക്യാൻസർ പേഷ്യന്റിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫാമിലിയിലും ഇതുപോലുള്ള അസുഖം വന്ന വ്യക്തികളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് ട്രിവാൻഡ്രത്ത് RCCയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മളടുത്ത് ആ ഡോക്ടേഴ്സ് പറയുന്ന മെയിനായിട്ടുള്ള റീസണാണ്, ഓക്കെ, അവരെ മാക്സിമം ഹാപ്പി ആയിട്ടിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, മാക്സിമം എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ഇപ്പം എന്താണ് നടക്കുന്നത്? മരിച്ചുപോയ കൊല്ലം സുധിയുടെ പേരിൽ രേണുസുധി ഇന്റർവ്യൂ കൊടുക്കുന്നു. രേണുസുധി വന്നിരുന്ന കരയാണ്. രേണുസുധി ശരിക്കും ഒരു രോഗിയല്ല. എൻ്റെ രേണു ഒരു വയ്യാത്തൊരു മോശം അവസ്ഥയിൽ കൂടാണ് ശരിക്കും പറഞ്ഞ രേണു ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വന്നിരുന്ന ഇന്റർവ്യൂ കൊടുത്ത് പാസ്റ്റ് ചകഞ്ഞു വെച്ചിട്ട് അത് ഓർത്തിരുന്ന് കരയാനാണ് രേണുസുധിയുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? എൻ്റെ പൊന്നി രേണു ഒന്ന് മനസ്സിലാക്ക്. സീരിയസ് ആയിട്ട് പറയുക. ഓക്കെ,
അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള തുക്കടാ ചാനലുകൾക്ക് ഇന്റർവ്യൂ എടുത്തുള്ള വില കളയാതിരിക്കും. മാന്യമായിട്ട് എന്തെങ്കിലും ഡെയിലി വ്ളോഗ്സോ കാര്യങ്ങളോ ഫാമിലി വ്ളോഗോ ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകൾ പോലും ചിലപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തേക്കാം. ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇത്രയും സിമ്പതി പിടിച്ചേണ്ട ആവശ്യം എന്താണ് ശരിക്കും? നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. നിങ്ങൾ ഓരോ തവണ ഇതുപോലെ വന്നിരുന്ന് കരഞ്ഞു മെഴുകി വീഡിയോ ഇടുമ്പോഴും ആളുകൾ നിങ്ങളെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണും, പക്ഷേ ഇഷ്ടപ്പെടുന്നവർ പോലും വെറുക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു രോഗാവസ്ഥയിലല്ലേ, നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇതുപോലെ വന്നിരുന്നിട്ട് ഫുള്ള് കരഞ്ഞും പിഴിഞ്ഞും എൻ്റെ സുധിച്ചേട്ടനെ, എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തുണ്ടോ നോക്കി, എൻ്റെ സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ എൻ്റെ സുധിച്ചേട്ടൻ അവസാനമായി പറഞ്ഞ വാക്ക് ഇതാണ്, സുധിച്ചേട്ടൻ്റെ കിട്ടായിരുന്ന ആകെ ഇൻഷുറൻസ് തുക അവരെ വീട്ടുകാർ അടിച്ചുണ്ടോ നോക്കി, ഒന്നും ഇതൊക്കെ എന്തിനാണ് ശരിക്കും പറഞ്ഞത്? ഇതൊക്കെ ഇവിടെ വന്നിരുന്ന് പറയേണ്ട ആവശ്യം? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബാക്കിയാണ്. എന്ത് വന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കത്തില്ല ആർക്കും. എന്ത് വന്നാലും ഞാൻ കൊടുക്കത്തില്ല. അവരത് തട്ടിയെടുക്കാൻ നോക്കി, കാരണം ഞാൻ മരിച്ചു പോവല്ലോ. അപ്പൊ കുഞ്ഞിന്റെ ചേട്ടനെ ഏൽപ്പിക്കണം. പിന്നെ ഞാനുമായിട്ടൊരു ബന്ധവും കാണരുത്. ചേട്ടൻ നോക്കുമായിരിക്കും. ഇപ്പോഴും നോക്കുന്നുണ്ടല്ലോ. അല്ല, നോക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ആരാ നോക്കുന്ന കുഞ്ഞിനെ? എൻ്റെ വീട്ടുകാർ. ഇതാ ഞാൻ പറഞ്ഞത്. ഈ വൃദ്ധപ്പൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്ന? ഇനിയിപ്പോ നാളെ കിച്ചുവിന്റെ അടുത്തേക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു ബന്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് പേടിയുണ്ടോ? ഇല്ല, ഞാൻ എതിർക്കത്തില്ല. ഒരപ്പന്റെ മക്കളാണ് അല്ലേ, എതിർക്കത്തില്ല. പക്ഷെ ഞാനായിട്ട് അങ്ങനെ എതിർപ്പും പറയത്തില്ല, അല്ലെങ്കിൽ നീ പോണോന്നും പറയത്തില്ല പറഞ്ഞു. പക്ഷെ അത് അവർക്കാണ് തോന്നേണ്ടത്, ഈ കുഞ്ഞിനല്ല തോന്നേണ്ടത്. ഇത് 7 വയസ്സാകുന്നതേ ഉള്ളൂ, അവർക്കാണ് തോന്നേണ്ടത്. എനിക്കൊരു മോളുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും കണക്റ്റ് ആവും. ഞാൻ പറയുകയാണെങ്കിൽ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്താ പറയാ. ഞാൻ ഒന്ന് വന്ന് ഹഗ് ചെയ്തട്ടെ. കുറെ നാളുകളായിട്ട് വിചാരിച്ചാണ്, പക്ഷെ എൻ്റെ പൊന്നാങ്കറെ, ഈ കേരളത്തിൽ, ഈ ലോകത്തിൽ രേണുസുതി മാത്രമൊന്നുമല്ല ഭർത്താവില്ലാത്ത മക്കളെ വളർത്തുന്ന ഏകമ്മ. ഓക്കെ, നമ്മുടെ കൺമുന്നിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവർക്കൊരു ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഓക്കെ, അല്ലാതെ ശരിക്കും ഇവിടെ ഇപ്പൊ രേണുസുതി അറിയപ്പെടുന്നത് തന്നെ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലേബലിലാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഇതിനു മുമ്പ് കോമഡി സ്റ്റേഴ്സിൽ എന്തോ ഉണ്ടായിരുന്ന ടീം VIP എന്തോ ഉണ്ടായിരുന്ന ഒരാൾ മരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇപ്പൊ എവിടാന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. ഓക്കെ, ഇത് മരിച്ചുപോയ വ്യക്തിയെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിർത്തണം ശരിക്കും പറഞ്ഞാൽ. ഈ ചാനലുകാരെയാണോ ആദ്യം അടിക്കാൻ? ഓക്കെ, ഈ ചാനലുകാരെയാണോ ആദ്യം അടിക്കാൻ? അവർക്ക് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുത്ത് കാണും, അതും കൊടുത്തിട്ട് വെച്ചിരുന്നിട്ട് ഫുള്ള് അങ്ങോട്ട് എടുക്കുകയാണ്. ഫുള്ള് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത്? അവരുടെ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ തൊട്ട് എല്ലാം തോണ്ടിയെടുത്ത് അത് എടുത്ത് വെച്ച് ഹൈലൈറ്റ് കൊടുത്ത് അത് എടുത്ത് വെച്ച് റീച്ച് ഉണ്ടാക്കി പണം ഉണ്ടാക്കുന്ന പരിപാടി എന്താണ് ശരിക്കും? രേണുസുതി മാത്രമല്ല വിധവ, രേണുസുതി മാത്രമല്ല മക്കളെ വളർത്തുന്നത്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയിട്ട് ബോർഡിങ് എവിടെങ്കിലും അനാഥാലയത്തിൽ നിന്ന് വളർന്നിട്ട് അവിടെ നിന്ന് പഠിച്ച് ഉയർന്ന ലെവലിലെത്തി എത്ര പേരുണ്ട്. നിങ്ങൾ അവരെ ഒന്നും എന്താ നോക്കാത്തെ? ഈ ചാനലുകാർ അവരുടെ എന്താ ഇന്റർവ്യൂ എടുക്കാത്തെ? നിങ്ങൾക്കറിയാം രേണുസുതിയെ വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രേണുസുതിയെ വെച്ചിട്ട് ഇന്റർവ്യൂ എടുത്ത് ഒരു ബൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് വേണ്ടുന്ന ക്ലിപ്പുകളെല്ലാം കൂടെ കുറച്ച് മസാലയും പുളിയും മുളകും ഒക്കെ കൂടെ ചേർത്തൊന്ന് ആഡ് ചെയ്തൊരു ഹൈലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീച്ചായി പോകും. നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം, വരുമാനം ഉണ്ടാവും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും രേണുസുതിയെ മാർക്കറ്റ് ചെയ്യുന്നു, രേണുസുതി കൊല്ലസുതിയെ മാർക്കറ്റ് ചെയ്യുന്നു. ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് ശരിക്കും? ബാക്കിയാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ.
വെറുപ്പ് മാക്സിമം എത്രത്തോളം വെറുപ്പ് സമ്പാദിക്കാമോ അത്രത്തോളം വെറുപ്പ് സമ്പാദിക്കാം എന്നുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ ഇതിനകത്ത് വേറൊന്നുമില്ല. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. ഈ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം സുധിച്ചേട്ടൻ്റെ സ്വത്തും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ ചൊല്ലിയിട്ട് അവരുടെ വീട്ടുകാരും ആൾക്കാരൊക്കെ ആയിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ? സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം സുധിച്ചേട്ടൻ എനിക്ക് ചിരി വന്ന വേറൊന്നുമല്ല. സുധിച്ചേട്ടൻ്റെ സ്വത്ത് എന്നായിരുന്നറിയോ? ഒരു പൊട്ടിയ വാച്ച്, ഒരു പൊട്ടിയ ഫോണും, ഒരു കീറിയ ജുബായും. ഇതാണോ സുധിച്ചേട്ടൻ്റെ സ്വത്ത്? എന്തുണ്ടാക്കിയതാ? സുധിച്ചേട്ടൻ ഒന്നും ഉണ്ടാക്കിയിട്ടല്ല പോയത്. സുധിച്ചേട്ടൻ ഉള്ള സമയത്ത് ഞാനില്ലായിരുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അന്നൊന്നും ഞാനില്ലായിരുന്നു. അന്ന് കൊണ്ടുപോകേണ്ടവരെല്ലാം കൊണ്ടുപോയി സ്വത്തും അല്ലെങ്കിൽ പൈസ. സ്വത്തെന്ന് പറഞ്ഞാൽ പൈസ. സുധിച്ചേട്ടൻ ഒന്നും ഉണ്ടാക്കിയിട്ടല്ലേ പോയി. അദ്ദേഹം മരിച്ചപ്പം തന്നത് ഈ 2 പിള്ളേരെ ഒരു പൊട്ടിയ വാച്ചും ഒരു ഷൂ ആണ്ട് അവിടെ ആ അപകട സ്ഥലത്ത് ഒരെണ്ണം കിടന്നു, ഒരു ചെരുപ്പ്, ഒരു ബ്ലഡ് പിടിച്ചൊരു ബാഗുമാണ്. അതാണോ സ്വത്ത്? പിന്നെ ആകെ കിട്ടാവുന്നത് നിയമപരമായിട്ട് കിട്ടാവുന്ന ഒന്നേ ഉള്ളൂ, അത് ആക്സിഡൻറ്റിൻ്റെ ക്ലെയിം എന്ന് പറയും. അതാണ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് കിട്ടാതിരിക്കാനും എൻ്റെ ഇളയ കുഞ്ഞിന് കിട്ടാതിരിക്കാനും പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ നോക്കുന്നത് ഞാൻ പ്രത്യക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല പറയത്തുമില്ല കേട്ടോ. ഈ വ്ളോഗർ, ഈ നെഗറ്റീവ് എന്നെ പറയുന്ന ഈ വ്ളോഗർ, ഇവർ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഈ ഈ വൃത്തികെട്ട സ്ത്രീ എനിക്കും എൻ്റെ കുഞ്ഞിനും ഇത് കിട്ടരുത്. എല്ലാം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനും സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കും ഈ സ്ത്രീ നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവർ ഞാൻ നിയമപരമായിട്ട് ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ സുധിച്ചേട്ടൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ചാൽ. നമ്മൾ നിയമപരമെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ സുധിയുടെ വൈഫ് ഒരേ ഒരാളേ ഉള്ളൂ, രേണു സുധി, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണു സുധി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടേണ്ട അവകാശം ആ ഒരു ക്ലെയിമിൽ എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ രേണു സുധിക്ക് അത് കിട്ടിയിരിക്കും. ഇവരെന്ത് കളിച്ചാലും അത് കിട്ടിയിരിക്കും. അതേ ഉള്ളൂ സുധിച്ചേട്ടൻ ബാക്കി വെച്ചിട്ട് പോയ സാധനം. പിന്നെ എൻ്റെ കുഞ്ഞിനും ഉള്ളത് അവരുടെ എൻ്റെ വളർത്ത മകൻ അല്ലെങ്കിൽ രാഹുൽദാസ്, സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ രാഹുൽദാസിനും സുധിച്ചേട്ടൻ്റെ ജനിപ്പിച്ച അമ്മയ്ക്കും ഈ ഇളയ കുഞ്ഞിനും എനിക്കും. ഈ ഇളയ കുഞ്ഞിൻ്റെ എൻ്റെ കയ്യിൽ തരത്തുമില്ല, ആരുടെ കയ്യിലും കൊടുക്കത്തില്ല. അതിന് 7 വയസ്സേ ഉള്ളൂ, മൈനറാണ്. അതിന് 18 വയസ്സാകുമ്പോൾ എടുക്കത്തക്ക രീതിയിൽ അത് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ കാണും ചിലപ്പോൾ. എനിക്കറിയില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. അത് ഫിക്സഡ് ആയിട്ട് അത് കിടക്കും. അത് അവന് 18 വയസ്സാകുമ്പോൾ അവന് പഠിക്കാനായിട്ടുള്ളത്. എനിക്ക് ടെൻഷൻ വേണ്ട അവൻ്റെ കാര്യം. സുധിച്ചേട്ടൻ അങ്ങനെ ഒരു കാര്യം തന്നിട്ടാ പോയത്. അത് എനിക്ക് അവകാശമുള്ളത് എനിക്ക് കിട്ടിയിരിക്കും. അതെന്ത് വന്നാലും കിട്ടും. അതിന്റെ പേരിൽ ആരും അല്ലാതെ സുധിച്ചേട്ടൻ്റെ ഒരു സ്വത്തും ഉണ്ടാക്കിയിട്ട് പോയ ആളല്ല. പോയപ്പോൾ ഉണ്ടാക്കിയതാണ് 2 കീറിയ പൊട്ടിയ ചെരുപ്പും, ഒരു പൊട്ടിയ വാച്ചും, ബ്ലഡ് പറ്റിയ ഒരു ജുബായും, കീറിയ ജുബായും. സുധിച്ചേട്ടന്റെ ഓക്കെ, സുധിച്ചേട്ടൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് രേണു തന്നെ പറയുന്നുണ്ട്. പക്ഷെ സുധിച്ചേട്ടന്റെ പേരിൽ രേണു ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് ശരിക്കും ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു ശരിക്കും കേട്ടോ. ശരിക്കും നമ്മളൊരാളെ മരണത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുകയൊന്നുമല്ല. പക്ഷെ ആ മരിച്ചു കഴിഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അതുല്യ പ്രതിഭാ നടനായിട്ടുള്ള കൊച്ചിനനി ഫൈക്ക, പുള്ളിക്കാരനൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒക്കെ വൈഫും ഒക്കെ ആയിട്ട് എത്രയോ വർഷങ്ങൾ ഒരു വാടക വീട്ടിലായിരുന്നു. പുള്ളിക്കാരി കഷ്ടപ്പെട്ട് മക്കളെ 2 പെൺമക്കളാണ്, അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവർക്കൊരു ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. അവർക്ക് 2 പേർക്കും ഒരു ജോലി കിട്ടി, അവരൊരു പുതിയ വീട് വെച്ചു. അവിടെ ഇപ്പം സുഖമായിട്ട് സന്തോഷമായിട്ട് മനസ്സമാനമായിട്ട് ജീവിക്കുകയാണ്. ഒരു മീഡിയക്കാർക്കും അവർ ഒന്നും കൊടുക്കുന്നില്ല, ഒരു ബൈറ്റ് കൊടുക്കുന്നില്ല, വ്ലോഗ് ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. സ്വസ്ഥം, സമാധാനം, സുഖം. ഓക്കെ, ഈ ഒരു ലൈഫ് ശരിക്കും രേണുവിനും കൊണ്ടുപോയിക്കൂടെ? കൊണ്ടുപോവാം. ഓക്കെ, എല്ലാം ശരിക്കും ഈ പണം എന്ന് പറയുന്ന ഒരു സംഭവത്തോടുള്ള ഒരു ആർത്തിയാണ് എനിക്ക് മേ ബി തോന്നുന്നത് പോലും. ഓക്കെ, ഇത് ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ത്വര, ആ ത്വരയിലാണ് ശരിക്കും ഇതെല്ലാം എത്തി നിൽക്കുന്നത് പോലും. അതിലാണ് മരിച്ചുപോയ കൊല്ലം സുധി പോലും ഇപ്പം എത്തി നിൽക്കുന്നത്. ഓക്കെ, പിന്നെ രേണുസുധിക്ക് ഇതുപോലെ ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി പറഞ്ഞു, രേണുസുധി നിയമപരമായിട്ട് കൊല്ലം സുധിയുടെ ഭാര്യയാണ്. ലീഗലി രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് സൈൻ ചെയ്തത് രേണുസുധിയാണ്. അതുകൊണ്ട് ലീഗലായിട്ടുള്ള ഒരൊറ്റ ഭാര്യയുള്ളൂ, അത് രേണുസുധിയാണെന്ന്. സോ രേണുസുധിയുടെ കുഞ്ഞിന് ഉറപ്പായിട്ടും കിട്ടും. അതിന് ഈ ഷെഫീന ബീവി അല്ല, ഇനി ഏത് വലിയ ബീവി വന്നാലും അതിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ രേണുസുധിക്കും അത് കിട്ടിയേക്കാം. രേണുസുധിക്ക് കിട്ടും, ബാക്കി 2 മക്കൾക്കും കിട്ടും. അതിൽ ഇനി ആരിനി എന്തൊക്കെ തലകുത്തി നിന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനി വെറുതെ ഷെഫീന ബീവിയുടെ പെടലിക്ക് കൊണ്ട് ഇടിയൊന്നും വേണ്ട. അവരിലപ്പോൾ ഇത് അറിഞ്ഞു പോലും കാണത്തില്ല. അവർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കൊല്ലം സുധിയുടെ കൊച്ചല്ലെന്ന് വരുത്തി തീർക്കാൻ പറ്റുമോ ഈ ഋതപ്പനെ? അതൊന്നും ഒരിക്കലും നടപ്പോശമുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് ഈക്വലായിട്ട് കിട്ടും. നിങ്ങൾക്ക് 3 പേർക്കും ആ ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് മേ ബി ചിലപ്പോൾ കിട്ടിയേക്കാം. ഓക്കെ,
ശരിക്കും എന്ത് നല്ല സുഖമായിട്ട് ജീവിച്ചു കൊണ്ടൊരു ഫാമിലിയാണ്. നിങ്ങളായിട്ട് ശരിക്കും പറഞ്ഞ ഓരോ വിനയും ഓരോ വയ്യാവിലും നിങ്ങളായിട്ടാണ് എടുത്ത് തലവെക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളൊരു വീഡിയോയിൽ വന്നിരുന്നിട്ട് എന്തെല്ലാം തെറിയ വിഷയമാണ് നിങ്ങൾ നടത്തിയത്. ഏതെല്ലാം രീതിയിൽ, എങ്ങനെയൊക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, മുകളിൽ ഒരാളുണ്ട് രേണുസുതി, മുകളിൽ ഒരാളുണ്ട്, അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറയുന്നേക്കാം നിലത്ത് നിന്ന് സമാധാനം മേടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൂടെ കാണാം. മരണശേഷം കിട്ടിയിട്ടുള്ള തുകകളുടെ അല്ലെങ്കിൽ സഹായങ്ങളുടെ വിവരങ്ങൾ പുറത്തു വിടണം എന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമുണ്ടോ? എന്തിന്? സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് പേര് 100 200 ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സുധിച്ചേട്ടൻ്റെ അക്കൗണ്ടിലൂടെ 200 300 100 വെച്ചിട്ടാണ് തരുന്നത്. അത് ഞാൻ പറഞ്ഞല്ല, ഒരു ചാനൽ അന്ന് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ട് വന്നതാണ്. അന്ന് കിട്ടി 79. പിറ്റേ ദിവസം ഞാനത് ഒരു മീഡിയക്കാരനും ഉണ്ടായിരുന്നു. ഏത് ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു മീഡിയയിലെ അദ്ദേഹവും ഈ സുധിച്ചേട്ടൻ്റെ മൂത്ത മകനും ഞാനും എൻ്റെ വീട്ടിലെ ചേച്ചിയും ചേട്ടനും കൂടെ കൂടി ബാങ്കിൽ പോയി എടുത്ത്, ഞാൻ ഇപ്പം പറയാം, കണക്ക് പറയാം, 79,000 രൂപ കിട്ടി. അതിൻ്റെ 79,000 രൂപ അന്ന് സുധിച്ചേട്ടൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതെടുത്ത് 69 രൂപയ്ക്ക് ആ മൂത്ത മകന് എൻ്റെ രാഹുൽ ദാസിന് ബൈക്ക് മേടിച്ചു കൊടുത്തു ഞങ്ങൾ. അവന് അതെന്താണെന്നോ അന്ന് മേടിച്ചു കൊടുത്തത് ആ ബൈക്ക്. ഇല്ലെന്ന് പറയട്ടെ, രാഹുൽ ദാസ് പറയട്ടെ കിട്ടിയിട്ടില്ലെന്ന് ബൈക്ക്. ഒരു മഞ്ഞ കളറിലെ ബൈക്ക്, എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. ഞങ്ങളും കൂടെ ചെന്നാ മേടിച്ചു കൊടുത്തത്. സെക്കൻഡ് ബൈക്ക് മേടിച്ചു കൊടുത്തത്. എന്തിനാന്ന് അങ്ങനെ മേടിച്ചു കൊടുത്ത? ആ പൈസ ഇല്ലാത്തോടത്ത് ഈ പൈസ ഈ സുധിച്ചേട്ടൻ മരിച്ച 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോണിലൊരു വോയിസ് കൊണ്ട് രാഹുൽ കൊണ്ട് കാണിച്ചു തരുക. അമ്മ ഇത് കേട്ടോ. ഞാൻ എന്താടാ? അച്ഛൻ്റെ ഒരു വോയിസാ. മക്കളെ, ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് CC-ക്കാർ കൊണ്ടുപോയി. അച്ഛയെ മക്കൾക്ക് 2-ാം തീയതി ബൈക്ക് മേടിച്ചു തരാം കേട്ടോ, അച്ഛക്ക് സാലറി കിട്ടിയ ഉടനെ. ഇത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഏട്ടൻ മരിച്ചുപോയി. അപ്പം ഈ വോയിസ് എന്നെ കേൾപ്പിക്കുന്നത്. എനിക്ക് ദണ്ണം വരുമോ? ഞാൻ വിഷമിച്ചു ഒത്തിരി. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ ചേച്ചി ഈ പൈസ എന്ന് സുധിച്ചേട്ടൻ്റെ പേര് കിട്ടിയ പൈസ എന്ന് ഒന്നും നമുക്ക് എടുക്കണ്ട. ആ കുഞ്ഞിന്, മൂത്ത മോന്, അവന് നമുക്ക് ബൈക്ക് മേടിച്ചു. ഇവനും കൂടെ ഉണ്ടായിരുന്നല്ലോ. ചെന്ന് ഇവിടെ അടുത്ത് ചങ്ങനാശ്ശേരി ഭാഗത്തൊരു ഡോക്ടർ പഠിക്കുന്ന ഒരു ആളാണ്. ആളുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ബൈക്ക് മേടിച്ചു കൊടുത്തു. അതാണോ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഇവരെ? പിന്നെ എന്നാ കണക്കാ ബോധിപ്പിക്കണ്ടേ? ഞാൻ കേട്ടായിരുന്നു 80 ലക്ഷം രൂപ കിട്ടിയെന്നു. 79,000 രൂപ കിട്ടി. 69 രൂപയുടെ ബൈക്ക് മേടിച്ചു കൊടുത്ത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകന്. ഇല്ലെന്ന് പറയട്ടെ, ബൈക്ക് മേടിച്ചു കൊടുത്ത പിന്നെ അറിയത്തില്ല. അവനെ കൂടെ കൂട്ടിയല്ലേ എടുത്തത് പൈസ. 79 രൂപ എടുത്ത് 79,000 രൂപ വന്ന് സുധിച്ചേട്ടൻ മരിച്ചതിന്റെ ഈ സഹായം ചെയ്ത് കിട്ടിയത്. ഫ്യൂണറിനൊക്കെ നമ്മുടെ ഫ്ലവേഴ്സ് അല്ലാതെ 24 അല്ലാതെ പൈസ അല്ലാതെ അവര് നമ്മുടെ കയ്യിൽ തന്നില്ല. അവര് നേരിട്ട് വന്ന് ആർക്കൊക്കെ കൊടുക്കാനുണ്ട് 2 മൊബൈൽ മോർച്ചറി, പപ്സോ ഇങ്ങനെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് അതിന്റെ നമ്മളൊന്നും ബോധമില്ല, നമുക്കൊന്നും ബോധം പോലും ഇല്ല. അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നാണ് ആ കടം തീർത്തത്. അല്ല ഞങ്ങളുടെ കയ്യിലോട്ടൊന്നും ഒരു പൈസ 1.5 ലക്ഷം രൂപ 2 ലക്ഷം ആരും തന്നിട്ടില്ല. എൻ്റെ അപ്പൻ്റെ അന്ന് കിടക്കുക. പിന്നെ എങ്ങനെ പൈസ മേടിക്കുന്നത്? ഇവരെ ആരെ ബോധിപ്പിക്കേണ്ടത്? ഇതൊക്കെ ആരെയാ ബോധിപ്പിക്കേണ്ടത്? അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അന്ന് മക്കളെ പട്ടിണി കിടത്തിയിട്ടില്ല. പിന്നെയാണ് ഓരോരുത്തരും ലക്ഷ്മി നക്ഷത്രം 1 വർഷം സഹായിച്ചു. ഞാൻ പറഞ്ഞില്ലേ, വലിയ കാര്യമാണ്. ആ മനസ്സിന് ഒരുപാട് വലുതാണ് ലക്ഷ്മി നക്ഷത്രയുടെ മനസ്സിന്. അങ്ങനെ തന്നെ പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ടിന്റെ പേരിൽ ഒരു തർക്കം വന്നിട്ടുണ്ടോ? കിട്ടിയില്ലടാ, പൈസ കിട്ടിയില്ല. ഇപ്പോഴും ക്ലെയിം കിട്ടിയിട്ടില്ല. ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. ആരെയാ ബോധിപ്പിക്കേണ്ടത്? എന്റെ കുടുംബത്തില് അല്ലെങ്കിൽ ഇവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും വന്ന ഇവൻ എന്നെ ബോധിപ്പിക്കൂ? ഈ പറയുന്നവൻ ആരെയാ ബോധിപ്പിക്കേണ്ടത്? കിട്ടിയിട്ടില്ല ഇതുവരെ പൈസ. ക്ലെയിം നടന്നുകൊണ്ടിരിക്കുവാണ്. കിട്ടിയില്ല. അത് കിട്ടിയ വലിയ ആശ്വാസമാണ്. കിട്ടിയില്ലത്. ഈ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന ഒരു ടൈമില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സുധിച്ചേട്ടന്റെ? സ്നേഹമാണ്. വളരെ വലിയൊരു സ്നേഹ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അത് തന്നെയല്ല, നമ്മളെ കൊണ്ടൊന്നും ഒരു ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. അടുക്കളയിലാണേലും ആളാണ് എപ്പോഴും അടുക്കളയിൽ കിച്ചണിൽ കയറുന്നത്. പിന്നെ ഏറ്റവും ഒരു ഭർത്താവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്വഭാവം കാണിച്ചത്, ഇപ്പൊ സാധാരണ ഒരു ഭാര്യമാർ അങ്ങോട്ട് വിളമ്പി കൊടുക്കണം, അങ്ങോട്ട് കാപ്പി എടുത്ത് കൊടുക്കണം, അതാണ് ഭർത്താക്കന്മാർക്ക് ഇഷ്ടം. ഇത് ഞാൻ അങ്ങോട്ട് വിളമ്പി കൊടുക്കുന്ന ഇഷ്ടമല്ല, പുള്ളി ഇങ്ങോട്ട് വിളമ്പി തരണം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവത്തിലുടമയായിരുന്നു. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന വേറൊന്നിനുമല്ല. അദ്ദേഹം എല്ലാവർക്കും അറിയാം, ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോൾ ചെറുതായിട്ട് കഴിക്കുന്നൊരു മനുഷ്യനാണ്. അത് പലരും പറഞ്ഞു മുഴുകുടിയൻ, അങ്ങനെ വൃത്തികേടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനകത്തൊന്നും ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല. എൻ്റെ കൂടെ 7 വർഷം ഞാൻ അദ്ദേഹത്തിലൂടെ 7 വർഷം ജീവിച്ച ഒരു വ്യക്തിയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മരിച്ച് മൺമറഞ്ഞു പോയി. 3 വർഷം മുന്നേ അദ്ദേഹം പോയി. ഇപ്പം ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. ആണുങ്ങളാണ്, അല്പം മദ്യപിക്കും,
അപ്പം അതിൻ്റെ പേര് ചെറുതായിട്ട് ഞാൻ ഉടക്കുമായിരുന്നു. അതല്ലാതെ സൗന്ദര്യപ്പണക്കം അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്നേക്ക് പിരിഞ്ഞു പോകായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ എൻ്റെ കൂടെ അല്ലായിരുന്നു, എൻ്റെ കൂടെ അല്ലേ പോയത്. എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയ മനുഷ്യനല്ലേ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ് ജീവിച്ചൊന്നും അല്ലല്ലോ. ചേട്ടൻ നമ്മളെ വിട്ട് പോകുന്നതിന് കുറച്ച് മുമ്പ് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരുപാട് വാക്കുകൾ. അദ്ദേഹം മുൻകൂട്ടി കണ്ടായിരുന്നു മരണം. ഞാൻ പലപ്പോഴും മുൻകൂട്ടി കാണുമായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ പറഞ്ഞു കൊല്ലം സുധി മരിച്ചിട്ട് ഏതാണ്ട് 3 വർഷത്തോളം ആയിരുന്നു. ഓക്കെ, ശരിക്കും ഈ 3 വർഷം മുമ്പ് മരിച്ച ഒരു വ്യക്തി ഇന്നും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിൽ ഡെയിലി ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും കൊല്ലം സുധി ട്രെൻഡിങ്ങിൽ തന്നെയാണ്. 3 വർഷം മുമ്പ് മരിച്ചു പോയ വ്യക്തി ഇപ്പം എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർക്കും. ഓക്കെ, എന്താണ് ശരിക്കും അല്ലേ? ശരിക്കും നിങ്ങളത് ചിന്തിച്ചു നോക്കുക. ശരിക്കും 3 വർഷം മുമ്പ് മരിച്ചുപോയ വ്യക്തിയെ ഇപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിങ്ങനെ ആവശ്യമുണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് മരിച്ചുപോയ എത്രയോ വലിയ നടന്മാരും നടികളും ഒക്കെ ഉണ്ട്. അവരെയൊന്നും നമ്മൾ ചിന്തിക്കാറോ അവരൊന്നും ഓർക്കാറോ പോലും ഇല്ല. അത് മൺമറഞ്ഞു പോയ നടന്മാർ എത്ര പേര്. ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ മരിച്ചുപോയ നമ്മുടെ സലിംകുമാർ ചേട്ടൻ ഓർക്കാറുണ്ടോ നമ്മൾ? പക്ഷെ എപ്പോൾ എന്ത് നോക്കിയാലും യൂട്യൂബ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും എല്ലായിടത്തും കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നു രേണുസുധി മരിച്ചു, മൺമറഞ്ഞു പോയി. ഇനിയെങ്കിലും ആത്മാവിനൊരു സ്വസ്ഥത കൊടുക്കുക. സീരിയസ് ആയിട്ട് പറയാണ്, ഇനിയെങ്കിലും ആത്മാവിനൊരു സ്വസ്ഥത കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ഒരു ചാനലിലും ഒന്നിലും എടുത്ത് വലിച്ചിഴയ്ക്കാതെ മാന്യമായിട്ടുള്ള രീതിയിൽ താങ്കൾ വീഡിയോ ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. എന്തോരം നല്ല നല്ല വീഡിയോസ് ചെയ്യാം, അത് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. താങ്കൾക്ക് മരുന്നിനൊക്കെ പണത്തിനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വീഡിയോ ചെയ്യും. എന്തായാലും ആളുകൾ ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും അറിയാം, നിങ്ങളൊന്നും വലിയ പണക്കാരോ ഇഷ്ടംപോലെ കോടികളുള്ള ആസ്തികളുള്ള ആളുകളൊന്നും അല്ലെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് നമ്പർ കാണിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പൈസ ഇട്ട് തരും. അതുകൊണ്ട് ഒരു മോശമില്ല. ലൈഫിൽ അതിൽ നിന്ന് റിക്കവറായി വന്നിട്ട് വീണ്ടും ആൽബം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. എങ്ങോട്ടെടുത്താലും എങ്ങോട്ട് നോക്കിയാലും എല്ലാം കൊല്ലം സുധി ഇത് മാത്രമേ ഉള്ളൂ. ആ പയ്യനെ വെറുതെ വിട്ടേക്ക്, കിച്ചു സുധിയോ മൂത്ത പയ്യൻ, അവൻ്റെ കാര്യം നോക്കി പോട്ടെ. അവനെന്തോ ബിസിനസ്സും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തോ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ ആയിട്ട് ഇനി ഒരു വീട് മേടിക്കണമെന്നോ വസ്തു മേടിക്കണമെന്നോ വീട് മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ വഴിക്ക് വിട്ടേക്ക്, നിങ്ങളുടെ വഴിക്ക് പോകും. എന്തായാലും ഇതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വരാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള തുക്ട ചാനലുകളിൽ വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുത്ത് ഈ കരയുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒന്നുമില്ലെങ്കിലും നിങ്ങളിപ്പോൾ ശരിക്കും ഒരു രോഗത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, ആ ഹാപ്പി ഹോർമോണൊക്കെ അങ്ങോട്ട് ഇമ്പ്രൂവ് ആവട്ടെ. അല്ലാതെ ഒന്നും പറയാനില്ല, ശരിക്കും പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോയിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.